ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഇവിടെ 2 ദിവസമായിട്ട് നല്ല സ്നോ സ്റ്റോം ആയിരുന്നു. അതിന് ശേഷമുള്ള വ്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത്. എല്ലായിടത്തും മഞ്ഞ് മൂടി കിടക്കുന്ന ഒരു സാഹചര്യമാണ് എല്ലായിടത്തും. ഇത് കണ്ടില്ലേ, കാറൊക്കെ മഞ്ഞ് മൂടി കിടക്കുന്നത്. ഇനി അതൊക്കെ ക്ലീൻ ചെയ്ത് പുറത്തെടുക്കണം. ഇവിടെ ഇന്ന് ഫാമിലി ഡേ ആണ്. അതൊരു സ്റ്റാറ്റ്യൂട്ടറി ഹോളിഡേ ആണ് കാനഡയിൽ. എല്ലായിടത്തും ഒന്നുമില്ല, പക്ഷേ ഒൻറ്റാരിയോയിൽ സ്റ്റാറ്റ്യൂട്ടറി ഹോളിഡേ ആണ്. സോ നമ്മളിന്ന് പുറത്ത് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചാണ് പുറത്തേക്ക് ഇറങ്ങിയത്. ഇന്ന് ഫാമിലി ഡേ ആയതുകൊണ്ട് ഇവിടെ മിക്ക റെസ്റ്റോറൻറ്റ്സും ഷോപ്സും എല്ലാം ക്ലോസ്ഡ് ആയിരിക്കും. എല്ലാം ഒന്നും ഓപ്പൺ ആയിരിക്കില്ല. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കോര ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ലഞ്ച് റെസ്റ്റോറൻറ്റിലേക്കാണ്. അത് ഇന്ന് ഓപ്പൺ ആണെന്ന് വിളിച്ച് കൺഫേം ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ സ്റ്റാറ്റ്യൂട്ടറി ഹോളിഡേ ആണ്. അതായത് സ്റ്റാറ്റ് ഹോളിഡേ എന്നാണ് പറയുക. അതെന്ന് വെച്ചാൽ നമുക്ക് പെയ്ഡ് ആയിട്ടുള്ള ഹോളിഡേയ്സ് ആണ്. സ്റ്റാറ്റ് ഹോളിഡേയ്സിൻ്റെ അന്ന് ജോലി ചെയ്യാതെ തന്നെ 8 hours പേ നമുക്ക് അവൈലബിൾ ആക്കും. 12 hour ഷിഫ്റ്റ്സ് ഒക്കെ ചെയ്യുന്നവർക്കും 8 hours പേ ഇന്ന് ജോലി ചെയ്തില്ലെങ്കിലും അവർക്ക് കിട്ടും. ഈ ദിവസം ജോലി ചെയ്യുന്നവർക്ക് ബേസ് വേജ് പ്ലസ് ടൈം ആൻഡ് ഹാഫ് ആയിരിക്കും പേ ആയിട്ട് കിട്ടുക. ഇതുവരെ ഞാൻ എന്നെ പരിചയപ്പെടുത്തിയില്ല. സോ ഞാൻ അഞ്ജന, അതെൻ്റെ ഹസ്ബൻഡ് ഷാൻ. ഇവിടെ ഇപ്പോൾ ഇങ്ങോട്ട് നോക്കിയാലും സ്നോ എല്ലാം ഫ്ലോ ചെയ്ത് സൈഡിലേക്ക് വലിയ ഹീപ്പായിട്ട് മാറ്റിയിട്ടേക്കുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓൺ ദ വേ മൊത്തം ഇത് തന്നെയാണ്. ഈ ഫ്രഷ് സ്നോ പെയ്ത് കിടക്കുമ്പോൾ കാണാൻ നല്ല പ്രെറ്റിയാണ്. പക്ഷേ ഇത് അങ്ങോട്ട് മെൽറ്റായി തുടങ്ങുമ്പോഴേക്കും ബ്ലാക്ക് ഐസ് ഫോം ചെയ്യാൻ തുടങ്ങും. അതത്ര പ്രെറ്റിയല്ല. കാനഡയിൽ ആദ്യമായിട്ട് വന്നപ്പോൾ എനിക്ക് സ്നോ കാണാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പക്ഷേ അധികം നാൾ ആ എക്സൈറ്റ്മെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്നായിരുന്നു അതൊക്കെ പോയത്. കാനഡയിൽ ഞാൻ ആദ്യമായിട്ട് വന്നത് ആൽബർട്ട പ്രൊവിൻസിലാണ്. അവിടെ എന്ന് പറയുന്നത് പ്രയറി ആയതുകൊണ്ട് വിൻ്റർ വളരെ എക്സ്ട്രീമാണ്. ആൽബർട്ടയിൽ നമുക്ക് എക്സാക്ട്ലി 6 months വിൻ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ആ 6 months അത്യാവശ്യം നല്ല തണുപ്പും ഉണ്ടാവും. പക്ഷേ GTAയിൽ അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള തണുപ്പില്ല എന്നുള്ളതാണ് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത്. ആൽബർട്ടയിലായിരുന്നപ്പം വിചാരിക്കാറുണ്ട്, ലോകത്തെല്ലായിടത്തും സ്പ്രിങ് ആകുമ്പോഴും നമ്മളവിടെ വീണടക്കുന്ന സ്നോ മെൽറ്റായി സ്പ്രിങ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. 2022 ജനുവരിയിൽ നന്നായിട്ടൊരു സ്നോ സ്റ്റോം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അതിന് ശേഷം ഈ വർഷമാണ് ഇങ്ങനെ ഒരു സ്നോ സ്റ്റോം. നമ്മളത് ഡെസ്റ്റിനേഷനിലെത്തി. ഇപ്പം നമ്മൾ കാർ പാർക്ക് ചെയ്ത് കൊറാസിലേക്ക് കയറാൻ പോവാണ്. നമ്മളിവിടെ എൻട്രൻസിൻ്റെ ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഉള്ളിൽ നിന്ന് ആരെങ്കിലും വെയിറ്റ്രസ് വന്നിട്ട് നമ്മളെ ഉള്ളിലേക്ക് എവിടെയാണോ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഉള്ളത് അവിടെ കൊണ്ടുപോയി ഇരുത്തും. ഇതൊരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ കൂടുതലായിട്ടും ഇംഗ്ലീഷുകാരുടെ ഫുഡായിരിക്കും കിട്ടുക. ഞങ്ങൾ 2 പേരും ക്രീപ്പാണ് ഓർഡർ ചെയ്തത്. 2 different varieties ഓഫ് ക്രീപ്പ്. ഇത് ഞങ്ങളുടെ സെക്കൻഡ് ടൈമാണ് കൊറാസിൽ. ഇതിനു മുമ്പ് ഞങ്ങളിവിടെ വന്നിട്ടുണ്ട്. അന്ന് ഫുഡെല്ലാം അടിപൊളിയായിരുന്നു. അതുകൊണ്ടാണ് വീണ്ടും ഇവിടെ തന്നെ വരാമെന്ന് വിചാരിച്ചത്. ഇതായിരുന്നു എൻ്റെ ക്രീപ്പ്. സ്ട്രോബെറിയും കസ്റ്റാർഡും ഒക്കെ വെച്ചതാണ്. ഷാൻ്റെ കുറച്ചുകൂടെ മീറ്റി ആയിട്ടുള്ള ക്രീപ്പായിരുന്നു. ആക്ച്വലി ഫുഡ് വന്നപ്പോൾ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ റെക്കോർഡായില്ല. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അതേ അവിടെ മഞ്ഞെല്ലാം കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടു. അപ്പോൾ വിചാരിച്ചു എന്നാൽ അവിടെ പോയൊരു ഷോട്ട് എടുക്കാതെ. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഒരു ഇന്ത്യൻ ഗ്രോസറി ഷോപ്പിലേക്കാണ്. സ്നോ ഒരുപാട് പെയ്ത് കഴിഞ്ഞാൽ വലിയ ചടങ്ങാണ് ആക്ച്വലി പറഞ്ഞാൽ. എവിടെയെങ്കിലും പോകണമെങ്കിൽ തന്നെ കാറെല്ലാം ക്ലീൻ ചെയ്തിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. സ്നോ വെച്ചുകൊണ്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. കാരണം അങ്ങനെ ഡ്രൈവ് ചെയ്യുന്നത് അൺസേഫാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ട്രാവൽ ചെയ്യുന്നത് പോലീസ് കണ്ടാൽ ഉറപ്പായിട്ടും ഫൈൻ അടിക്കും. റോഡെല്ലാം ക്ലിയർ ചെയ്യുന്നത് സിറ്റിയുടെ ആളുകൾ വന്നിട്ടാവും. പക്ഷേ നമ്മുടെ വീടിൻ്റെ മുന്നിൽ ഫുട്പാത്തിൽ കിടക്കുന്ന സ്നോ ക്ലിയർ ചെയ്യേണ്ട ഉത്തരവാദിത്വം ആ വീട്ടുകാർക്ക് തന്നെയായിരിക്കും. അങ്ങനെ ക്ലിയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിനും ഫൈൻ കിട്ടും. നമ്മുടെ മുന്നിൽ കാണുന്ന ആ യെല്ലോ കളർ ട്രക്കാണ് സ്നോ പ്ലോ ട്രക്ക്.
സ്നോ ഇൻറ്റൻസ് ആയിട്ട് പെയ്യുമ്പോൾ സ്നോ പ്ലോ ട്രക്ക് വന്നിട്ട് റോഡെല്ലാം ക്ലിയർ ചെയ്ത് അവിടെയെല്ലാം സോൾട്ട് സ്പ്രിങ്കിൾ ചെയ്യും. അതുകൊണ്ടാണ് ഹൈവേ എല്ലാം നല്ല ക്ലിയർ ആയിട്ട് കിടക്കുന്നത്. എങ്ങോട്ട് നോക്കിയാലും ഇത് തന്നെയാണ് അവസ്ഥ. എല്ലായിടത്തും ഇതുപോലെ സ്നോ റിമൂവ് ചെയ്ത് ഒരു ഭാഗത്തേക്ക് കൂട്ടിയിട്ടിരിക്കുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഇന്ത്യൻ ഗ്രോസറി സ്റ്റോർ ബോംബെ സ്പൈസ്. ഇപ്പോൾ കാണുന്നതെല്ലാം ഫ്രോസൺ ഐറ്റംസ് ആണ്. കൂടുതലും നോർത്ത് ഇന്ത്യൻ ഫുഡ്സ് ആണ് ഈ സെക്ഷനിലുള്ളത്. നമുക്ക് അത്യാവശ്യം വേണ്ട ഇന്ത്യൻ ഗ്രോസറി എല്ലാം ഇവിടുന്ന് കിട്ടും. ഇത് മാത്രമല്ല, ഇവിടുത്തെ ഇന്ത്യൻ ഗ്രോസറി സ്റ്റോർ വേറെയും ഉണ്ട്. നമ്മളിന്ന് ആക്ച്വലി ഇവിടെ പുട്ടുപൊടി മേടിക്കാനാണ് വന്നത്. കയറിയ സ്ഥിതിക്ക് എല്ലാ അയലിലും ഒന്ന് കയറി നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ കാണുന്നത് ഇവിടുത്തെ സ്നാക്സ് സെക്ഷനാണ്. കേരളത്തിലെ കുറച്ച് സ്നാക്സൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. കേരളത്തിലെ കാവറുത്തത്, കുഴലപ്പം, മുറുക്ക്, അച്ചപ്പം അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. നമ്മളിതേ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഫാമിലി ഡേ ആയിട്ട് ഒന്നും ചെയ്തില്ല എന്നുള്ള വിഷമമൊന്നുമില്ല. നമ്മൾ പുറത്തൊക്കെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഹാപ്പി ആയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. വിൻ്റർ ആയിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു ബോറ് പരിപാടിയാണ് ആക്ച്വലി. നമുക്ക് അധികം അങ്ങനെ പുറത്തേക്കൊന്നും ഒരുപാട് പോകാനൊന്നും പറ്റില്ല. കാരണം ഒത്തിരി മഞ്ഞൊക്കെ ആണെങ്കിൽ ഡ്രൈവ് ചെയ്യാനൊക്കെ പാടാണ്. അതൊക്കെ കൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെ ആയിരിക്കും മിക്കപ്പോഴും. ഒരുപാട് വിൻ്റർ ആക്ടിവിറ്റീസ് ഒക്കെ ഇവിടെ ഉണ്ട്. അതായത് സ്കീയിങ്, സ്കേറ്റിങ്, സ്നോ ബോർഡിങ് അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് സ്നോയിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. സ്നോ പെയ്ത് കിടക്കുമ്പോൾ ടെമ്പറേച്ചർ ഒരുപാട് ഡ്രോപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ സമയത്ത് നമുക്ക് പുറത്ത് പോവുകയാണെങ്കിൽ പ്രോപ്പറായിട്ടുള്ള വിൻ്റർ ക്ലോത്ത്സും ഷൂസും ഒക്കെ ഇട്ടിട്ട് വേണം പോകാൻ. അതല്ലാതെ പോവുകയാണെങ്കിൽ ഫ്രോസ്റ്റ് ബൈറ്റ് അടിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. കഥയൊക്കെ പറഞ്ഞ് നമ്മളിതേ വീടെത്താറായിട്ടുണ്ട്. എന്തായാലും ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ. ബൈ.